Brilliantly written, neatly shot and a well executed climax. ബാലൻ കണ്ടിറങ്ങുമ്പോൾ ഒറ്റവാക്കിൽ പറയാനുള്ളത് ഈ റിവ്യൂ ആണ്. ഡീറ്റെയിൽഡ് റിവ്യൂ ഇങ്ങനെ നോക്കാം. മഞ്ഞുമൽ ബോയ്സിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ചിദംബരം എല്ലാ സ്റ്റാർസും അദ്ദേഹത്തിന്റെ വാതിൽപ്പടിയിൽ പോയി ക്യൂ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കണ്ടന്റ് ഡ്രിവൺ ആയിട്ടൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ചിദംബരം തീരുമാനിക്കുന്നു. ജിത്തു മാധവന്റെ കയ്യിൽ തിരക്കഥയുണ്ടെന്ന് സജ്ജൻ ഗോപു പറയുന്നു. ഇരുവരും തമ്മിലുള്ള ആദ്യ ഡിസ്കഷനിൽ സിനിമ ലോക്കാവുന്നു. ചിത്രത്തിന്റെ പേര് ബാലൻ. റിട്ടൺ ബൈ ആവേശം ഡയറക്ടർ ജിത്തു മാധവൻ, ഡയറക്റ്റഡ് ബൈ ചിദംബരം, മഞ്ഞുമൽ ബോയ്സ് ആൻഡ് ജാനേമന് ശേഷം. ഒരുപാട് പ്രതീക്ഷകൾ സിനിമയുടെ റിലീസിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നു. പല റിവ്യൂസും ഇൻ്റർവ്യൂസും ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. സംവിധായകൻ പ്രിയദർശൻ കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ കണ്ട ഏറ്റവും മികച്ച സിനിമയാണ് ബാലൻ എന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകരുടെ ഉള്ളിൽ വല്ലാത്തൊരാവേശം കയറി. അടുത്തിടെ നൽകിയ അഭിമുഖത്തിനുമൊക്കെ തന്നെ ചിദംബരം കോൺഫിഡൻ്റ് ആയിട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോഴും സിനിമ എന്തൂസിയാസ്റ്റും പ്രതീക്ഷിച്ചതും ബാലൻ മഞ്ഞുമൽ ബോയ്സിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ്. ഡീപ്ലി റൂട്ടഡ്, ഡീപ്ലി എക്സിക്യൂട്ടഡ്, കൃത്യമായ ഇമോഷൻസ് വെച്ചുള്ള കളികൾ, അതാണ് ബാലന് സംസാരിക്കാനുള്ളത്. ഒരു അമ്മയും മകനും തമ്മിലുള്ള കഥ. അമ്മയും മകനുമാകുമ്പോൾ എന്താണ് ഇത്ര പുതുമ എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ സിനിമയുടെ ഓരോ ഷോട്ടുകളും ഓരോ കഥാപശ്ചാത്തലങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. ഒരമ്മയുടെയും മകൻ്റെയും ജീവിതത്തിൻ്റെ കഥ. ജയിലിൽ നിന്നും പുറത്തിറങ്ങി വരുന്ന അവർക്ക് എന്താണ് ജീവിതം എന്നറിയില്ല, എങ്ങോട്ടേക്ക് പോകണമെന്നറിയില്ല. പക്ഷേ കൃത്യമായ പ്ലാൻ ഉള്ളതുപോലെയാണ് അവരുടെ ഓരോ നീക്കങ്ങളും. അമ്മ മകനൊരു വാക്ക് കൊടുക്കുന്നു, എവിടെ പോയാലും എത്ര സമയമെടുത്താലും നീ ഇവിടെ തന്നെ ഉണ്ടാവണം, അമ്മ നിന്നെ തേടി വരും. ആ കഥ, ആ വാക്കുകൾ അവസാന നിമിഷം വരെ സിനിമയെ എങ്ങോട്ടേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നതാണ് ബാലൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയും പെക്യൂലിയാരിറ്റി ആയിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടത്. കാസ്റ്റിംഗ് വാസ് പെർഫെക്റ്റ്. ബാലനായിട്ട് വന്നത് ആദിശേഷൻ എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഗംഭീരമായിട്ട് അയാളുടെ റോൾ ചെയ്തു. അതായത് ഒരു പെർഫെക്റ്റ് നാച്ചുറൽ ആർട്ടിസ്റ്റിനെ പോലെ അയാളുടെ കഥാപാത്രത്തെ മെയ്യഴക്കത്തോടുകൂടി കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടപ്പോഴേക്കും ശരിക്കും ഇവൻ ഇത്ര വയസ്സേ ഉള്ളൂ എന്ന് തോന്നിപ്പോയി സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ. ഫർസാന പാലത്തിങ്കൽ ന്യൂ കമറാണ്, പക്ഷേ യാതൊരു രീതിയിലും നമുക്കൊരു പുതിയ ഫേസാണ് എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള പെക്യൂലിയാരിറ്റീസ് അവർക്കുള്ളതുപോലെ. എന്തോ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു ആക്ടർ ചെയ്തതുപോലെ തോന്നും, പക്ഷേ സ്ക്രീനിൽ ഒരു പുതിയ ആൾ വന്ന് നിൽക്കുന്നത് പോലെ. ഒരുപാട് മൊമെൻറ്റ്സ് സിനിമയിൽ എൻഗേജിംഗ് ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് ഫർസാനയുടെ കഥാപാത്രവും അവരൊരു വീട്ടിൽ ചെന്ന് പോകുന്നൊരവസ്ഥയുണ്ട്, അതായത് ഒരു അമ്മുമ്മയെ നോക്കാൻ വേണ്ടി നിൽക്കുന്നൊരവസ്ഥ. ആ സീക്വൻസ് ഗംഭീരമായിരുന്നു. കുറച്ചധികം ഹ്യൂമേഴ്സും നല്ല രസച്ചരടുമായിട്ട് ആ സിനിമയിൽ പോയി. ബീന ആൻ്റണിയുടെ കഥാപാത്രവും എടുത്തു പറയേണ്ടതാണ്. നല്ല ചൊറിയൻ വട്ടു സ്വഭാവമുള്ള കഥാപാത്രം. എന്നാൽ പിന്നാലെ ചൊറിഞ്ഞു കൂടുന്നവരുടെ അന്ത്യം എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. 2ാം പകുതിയിലാണ് ടൊവിനോയുടെ വരവ്. ടൊവിനോ ഞെട്ടിച്ചു. സത്യം പറഞ്ഞാൽ ടൊവിനോ ചെയ്യുന്ന കഥാപാത്രങ്ങളും സ്ക്രിപ്റ്റ് സെലക്ഷനും ഞെട്ടിപ്പോയി. പള്ളിച്ചട്ടമ്പി, അതിരടി, ദാ ഇപ്പോൾ ബാലൻ. അടുത്തിടെ തുടർച്ചയായ മാസങ്ങളിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളുമായിട്ട് ടൊവിനോ വരുമ്പോൾ അയാളുടെ കരിയറിലെ ഷേപ്പ് ചെയ്യുന്നതും അയാളുടെ എന്തുമാത്രം എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഓരോ സ്ക്രിപ്റ്റും തിരഞ്ഞെടുക്കുന്നതെന്നും തോന്നിപ്പോകുന്നു. ചുമ്മാ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി മാത്രമായിട്ട് സിനിമ ചെയ്യാണ്ട് തൻ്റെ ക്യാരക്ടറിനെ എത്രമാത്രം എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ആ സിനിമയ്ക്ക് എത്രമാത്രം ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ടൊവിനോ തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റ്സ് എടുത്തു പറയേണ്ട കയ്യടികൾ അർഹിക്കുന്നതായിട്ടും തോന്നിപ്പോയി. ആദ്യ പകുതി ഇങ്ങനെയാണ് പോയത്. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ക്രീനിൽ കണ്ണെടുപ്പിക്കുന്നില്ല ചിദംബരം, നമ്മളെ കൊണ്ട് സ്ക്രീനിൽ തന്നെ നോക്കി നിൽക്ക് എന്ന് ചിദംബരവും ജിത്തു മാധവനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ആദ്യ ഷോട്ട് മുതൽ തന്നെ ഒരു വോയിസ് ഓവറിലൂടെയാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് കൃത്യമായി എന്താണ് സീൻ എന്ന് നമ്മളെ റിവീൽ ചെയ്യിപ്പിക്കുന്നത് തൊട്ട് ബാലൻ്റെ സസ്പെൻസ് ഫാക്ടേഴ്സ് നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തുടക്കം നമ്മൾ ശാന്തമായിട്ട് തുടങ്ങുന്ന ഒരു വോയിസ് ഓവറിൽ നിന്ന് തുടങ്ങുമ്പോൾ എന്തോ ഒരു പ്രധാനപ്പെട്ട ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു സാധാരണ കോൺവെർസേഷൻ എന്ന് പറയുന്നത് എടുത്തു നിന്നുകൊണ്ടാണ് അവർ ആ സീൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്. അവിടെ നിന്ന് തുടങ്ങുന്നു ഇതിൻ്റെ മിസ്റ്ററി. പക്ഷേ അവിടെ നിന്ന് കഥ മുന്നോട്ട് പോകുമ്പോൾ ആദ്യ പകുതി വളരെ വേഗം പോയി. 2ാം പകുതിയിൽ കുറച്ച് എഴുച്ചിലുണ്ടായിരുന്നു എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ എങ്ങോട്ടാണ് ഈ കഥാപശ്ചാത്തലം നീങ്ങുന്നത്, ഒരു ഘട്ടത്തിൽ അമ്മയും മകനും തമ്മിലുള്ളൊരു ഒരു വഴിക്കായിട്ട് പോകുന്നൊരു സാഹചര്യമൊക്കെ നിൽക്കുമ്പോഴേക്കും വീണ്ടും ആ ഒരു കെമിസ്ട്രി വീണ്ടും വരണമെന്ന് ആരാധകരെ തോന്നിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രേക്ഷകനെ ഉള്ളിൽ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ജിത്തു മാധവൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അതിനൊരു ശുഭ ക്ലൈമാക്സ് ഉണ്ടാകണമെന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ ക്ലൈമാക്സ് ശുഭകരമാകുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കാണുക. അതിൻ്റെ രസച്ചരട് പൊട്ടിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നതുമില്ല. ഈ സിനിമയുടെ മുന്നോട്ട് പോക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നിയത് ഷൈജു ഖാലിദിൻ്റെ ഛായാഗ്രഹണമാണ്. ബ്രില്യൻ ഫ്രെയിംസ് എന്ന് വെച്ചാൽ ഇതുവരെ കാണാത്ത ടോപ്പ് നോച്ച് ഫ്രെയിം എന്നല്ല, പക്ഷേ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന രീതിയിൽ എന്താണോ അവിടുത്തെ ലൊക്കാലിറ്റി എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ അവിടെ ഉള്ളിൽ ഒരു വ്യക്തിയായി നമ്മളിൽ ഒരാളായി മാറ്റാൻ
ഛായാഗ്രാഹകനായ ഷൈജു ഖാലിദിന് പറ്റി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ജീൻ പോൾ ലാലിൻ്റെ കഥാപാത്രം സ്റ്റാൻഡ്സ് ഔട്ട്. ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് ഒരു സെക്കൻഡ് ഫേസ് ഉണ്ട്. ആ ഫേസിലേക്ക് വരുമ്പോൾ ഒരു പുതിയ രൂപത്തിലുള്ള ജീൻ പോൾ ലാലെ കാണാൻ സാധിച്ചു എന്നതും എന്നിലെ പ്രേക്ഷകന് സന്തോഷമുണ്ടാക്കിയ ഒരു പെർഫോമൻസ് മൊമെൻറ്റ് വിറ്റ്നസ് ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും കൂടിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് രണ്ട് കഥാപാത്രങ്ങളെന്ന് തോന്നുന്നത് ടൊവിനോ തോമസിൻ്റെ കഥാപാത്രം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പോളിഷിങ്ങിൽ ചിലത് വർക്കാവും, ചിലത് വർക്കാവാതിരിക്കും. പക്ഷേ ഇതിൽ അയാൾ ആപ്റ്റായിരുന്നു എന്ന് തോന്നിപ്പോയി. വേണമെങ്കിൽ ഒരു പൊടിക്ക് ഓവറാക്കാമായിരുന്നു എന്ന കഥാപാത്രം, പക്ഷേ കൃത്യമായിട്ട് ടൊവിനോ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഗിരീഷ് ഷേഡിക്ക് കുറച്ച് മാത്രമേ ഉള്ളൂ സ്ക്രീൻ പ്രസൻസ് ഉള്ളത്, പക്ഷേ വന്ന ഭാഗത്ത് അയാൾ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. എടുത്തു പറയേണ്ടത് സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്കാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഷൈജു ഖാലിദിൻ്റെ സിനിമാറ്റോഗ്രഫി എത്രമാത്രം ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ആ വേൾഡിലേക്ക് കൊണ്ടെത്തിക്കാൻ സുഷിന് സാധിച്ചു. കൃത്യമായ മൊമെൻറ്റ്സിൽ അയാൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കഥയിലെ ട്വിസ്റ്റുകൾ ജിത്തു മാധവൻ്റെ സംഭാവനയായിട്ട് വന്നതും എടുത്ത് സൂചിപ്പിക്കേണ്ടതായിട്ടും തോന്നി. എഡിറ്റർ വിവേക് ഹർഷനാണ്. നല്ല നല്ല കട്ട്സ് ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഒരു മൊമെൻറ്റ് ഒന്ന് ബ്ലാക്ക് ഔട്ടായി പോകുന്ന കട്ടുകളൊക്കെ വിവേക് ഹർഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. രസകരമായിട്ടും തോന്നി. ക്ലൈമാക്സ് ഡെവലപ്പ് ചെയ്തേക്കുന്ന രീതി ശരിക്കും ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്ന വഴി കുറച്ച് ലാഗ് ഉണ്ടല്ലോ എന്ന് തോന്നിപ്പിക്കുന്നിടത്ത് ക്ലൈമാക്സിൽ ഒരു 5 മിനിറ്റ് കൊണ്ടുവന്ന് ആ ലാഗിനെ പൂർണ്ണമായും മാറ്റിച്ചുകൊണ്ട് നല്ലൊരു എൻഡിങ്ങോടുകൂടി പ്രേക്ഷകനെ തിയേറ്ററിൽ നിന്നും പറഞ്ഞയക്കാൻ സംവിധായകൻ ചിദംബരത്തിനും റൈറ്ററായ ജിത്തു മാധവനും സാധിച്ചു എന്നതുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. സോ ബാലൻ ഇസ് എ ഫ്ലിക്ക്, ആൻ ഇൻ്റർനാഷണൽ ലെവൽ ഓഫ് ഫ്ലിക്ക് എന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കാം. മലയാള സിനിമയ്ക്ക് നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു ഗംഭീരമായ സിനിമയാണ് ബാലൻ. നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രമാണ്. ആ ബാലൻ എത്രമാത്രം ഐക്കോണിക് ആയിട്ടുള്ളൊരു ടൈറ്റിലാണോ അതിനെ ഒരു തരത്തിലും ചോരാതെ ആ ടൈറ്റിലിന് നീതി പുലർത്തുന്ന രീതിയിൽ ഈ സിനിമ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അവർ ആ ടൈറ്റിൽ തന്നെ എടുക്കുമ്പോഴേക്കും ആ സിനിമയ്ക്ക് കളങ്കമുണ്ടാക്കരുത് എന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിൽ കൃത്യമായി വെൽ എക്സിക്യൂട്ടഡ് സിനിമയായിട്ടാണ് ബാലൻ തോന്നിയത്. ബാലൻ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.